സിറോ മലബാർ സഭയുടെ വക്താവ് ഫാദർ ആൻ്റണി വടക്കേക്കര, അദ്ദേഹം എൻ്റെ ഒരു സുഹൃത്താണ്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവന ഇന്ന് അല്പം മുമ്പ് വായിക്കാനിടയായി. KCBCയും കാത്തലിക് ബിഷപ്പ് കോൺഫറൻസ് ഓഫ് ഇന്ത്യയും ഒക്കെ വഖഫ് ബോർഡിനെ അമെൻമെൻറ്റിനെ പൂർണ്ണമായും പിന്തുണയ്ക്കണമെന്നും അതിൽ വോട്ട് ചെയ്യണമെന്നും ഒക്കെ പറഞ്ഞത് ന്യൂനപക്ഷ സമൂഹങ്ങൾക്കിടയിൽ ഒരുപക്ഷെ ഇതിൻ്റെ ഈ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ ഒരുപാട് സവിശേഷമായ ബില്ലുകൾ കൊണ്ടുവരുന്നുണ്ട്. പക്ഷേ ഈ ബില്ലുമായി ബന്ധപ്പെട്ട ഏറ്റവും വലിയ നഷ്ടവും വേദനയും എന്താണെന്ന് ചോദിച്ചാൽ ഈ വിഭാഗങ്ങൾക്കിടയിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരു വിള്ളലാണ്. ആ വിള്ളലിൻ്റെ രാഷ്ട്രീയ മുതലെടുപ്പാണ്. അതുകൊണ്ട് തന്നെയാണ് അതൊരു പരസ്പരം ഗോഗാവിളിയിലേക്ക് പോകുമോ എന്ന ആശങ്ക എല്ലാ സമുദായത്തിലും പെട്ട മുസ്ലിം ക്രിസ്ത്യൻ സമൂഹത്തിൽപ്പെട്ട ഒരുപാട് മനുഷ്യർക്കുണ്ട്. അതുകൊണ്ട് തന്നെ ആ ആശങ്കയ്ക്ക് ഒരല്പം ശമനമുണ്ടാകുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് സിറോ മലബാർ സഭയുടെ വക്താവ് ഫാദർ ആൻ്റണി വടക്കേക്കരയിൽ നിന്ന് ഇന്ന് കേൾക്കാനിടയായത്. അദ്ദേഹം പറഞ്ഞത്, ദേവസ്വം ബോർഡിൽ അഹിന്ദുക്കളെ വെച്ചാൽ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവാം. അതുപോലെയാണ് എന്ന് വെച്ചാൽ സിറോ മലബാർ സഭയുടെ വക്താവ് എന്നുള്ള നിലയിൽ അദ്ദേഹം ഔദ്യോഗികമായി പറയുന്നത്, വഖഫ് ബോർഡിൽ മുസ്ലിങ്ങളല്ലാത്തവരെ വെക്കുന്നതിൽ ആശങ്കയുണ്ട്, അങ്ങനെ ഒരു സംഗതി ചെയ്യുന്നതിനെ തങ്ങൾ അനുകൂലിക്കുന്നില്ല എന്ന സംഗതിയാണ് ഫാദർ ആൻ്റണി വടക്കേക്കര അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിലൂടെ പറഞ്ഞു വച്ചിരിക്കുന്നത്. ന്യൂനപക്ഷ അവകാശങ്ങൾ ഹനിക്കുന്ന ഒരു കാര്യത്തിനും സഭ കൂട്ടുനിൽക്കില്ലെന്ന് സിറോ മലബാർ സഭ വക്താവ് ആൻ്റണി വടക്കേക്കര. വഖഫ് നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ജനങ്ങളുടെ ആശങ്കകൾ പരിഹരിക്കണം. ന്യൂനപക്ഷ അവകാശങ്ങൾ ആരും കവർന്നെടുക്കാത്ത രീതിയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ സർക്കാർ നിലപാടുണ്ടാകണമെന്നാണ് സഭ ആവശ്യപ്പെടുന്നത്. ദേവസ്വം ബോർഡിൽ ഹിന്ദുക്കളല്ലാത്തവരെ വെച്ചാൽ ഹൈന്ദവ വിശ്വാസികൾക്ക് ബുദ്ധിമുട്ടുണ്ടാവാമെന്നും അതുപോലെ വഖഫ് ബോർഡിലേക്ക് മുസ്ലിങ്ങളല്ലാത്തവരെ വെക്കുമ്പോൾ അവർക്ക് സ്വാഭാവികമായും ആശങ്കകളുണ്ടാവാം. ഈ നിലപാട് ഏതെങ്കിലും ഒരു മതവിഭാഗങ്ങൾക്കെതിരല്ലെന്നും രാഷ്ട്രീയ പാർട്ടിക്ക് അനുകൂലമല്ലെന്നും സഭ വ്യക്തമാക്കി. ഈ വിഷയത്തിൽ ഒരു തുറന്ന പിന്തുണ നൽകാനല്ല സഭ ആഗ്രഹിക്കുന്നത്. ഈ കാര്യങ്ങളിൽ ജനങ്ങളുടെ വേദനയും ദുഃഖവും എന്താണെന്ന് മനസ്സിലാക്കി അത് കൈകാര്യം ചെയ്യാനാണ് സഭ തീരുമാനിച്ചത് എന്നുമൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൽ കാണുന്നത്. സ്വാഭാവികമായി ഈ ആശങ്കയും അപമാനവുമാണ് മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതലുള്ളത്. ഇതിപ്പോൾ വഖഫ് പ്രോപ്പർട്ടികൾ കുറഞ്ഞു പോയതുകൊണ്ട് ഒരു വിശ്വാസവും ഒരു മതവും ഇല്ലാതായി പോകും, അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ എത്ര അമ്പലങ്ങളും ഒക്കെ ഉണ്ടെന്ന് നോക്കിയിട്ടാണോ UAE-യിലും സൗദി അറേബ്യയിലും ഒക്കെ ഹിന്ദുമത വിശ്വാസികളുടെ എണ്ണം കൂടുന്നതും കുറയുന്നതുമൊക്കെ? അതൊക്കെ വേറൊരുപാട് ഘടകങ്ങളെ ആശ്രയിച്ചാണ്. അതുപോലെ തന്നെയാണ് UK-യിലും അതുപോലുള്ള യൂറോപ്യൻ രാജ്യങ്ങളിലുമൊക്കെ മുസ്ലിം പോപ്പുലേഷൻ ഉയരുമ്പോൾ അവിടെ ഇത്രയും വഖഫ് പ്രോപ്പർട്ടികളൊക്കെ ഉള്ളതുകൊണ്ടാണോ അല്ലെങ്കിൽ ഇല്ലാത്തത് കൊണ്ടാണോ? വിശ്വാസം ഹൃദയത്തിലാണ്, അത് ബോധ്യമാണ്, അത് കൺവിക്ഷനാണ്. പക്ഷേ ഈ പറഞ്ഞതുപോലെ ഒരു ദേവസ്വം ബോർഡിലേക്ക് ഹിന്ദുമത വിശ്വാസവുമായി ബന്ധപ്പെട്ട സംഗതി ആയതുകൊണ്ട് അസംബ്ലിയിൽ വോട്ട് ചെയ്യുമ്പോൾ പോലും അതിലെ നോമിനികളെ തിരഞ്ഞെടുക്കാനും വോട്ട് ചെയ്യാനുമുള്ള അവകാശം ഹിന്ദുക്കളായ MLAമാർക്ക് മാത്രമാണ്. മറ്റിതര സമുദായത്തിൽപ്പെടുന്ന MLAമാർക്ക് ആ അവകാശമില്ല. അതാരെയെങ്കിലും ഹനിക്കാനല്ല, കാരണം ഹിന്ദുമത വിശ്വാസവുമായി ബന്ധപ്പെട്ടതാണ് ദേവസ്വം ബോർഡ്. ഇപ്പോൾ ഉദാഹരണത്തിന് അവിടെ എല്ലാവർക്കും വോട്ട് ചെയ്യാമെന്ന് വെച്ചാൽ ചിലപ്പോൾ ചെറിയ ഭൂരിപക്ഷമുള്ള ഒരു സഭയാണെങ്കിൽ ഏതെങ്കിലും ഒരാളിനെ മത്സരിപ്പിച്ച ശേഷം മുസ്ലിം ലീഗ് MLAമാർ കൂടി ഹിന്ദു അല്ലാത്തവർ കൂടി അതിൽ വോട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് വിശ്വാസികളുടെ ഈ സംഗതികളെ കൈകാര്യം ചെയ്യുന്നതിനൊരു ശരിയായ രീതിയല്ല. എന്നാൽ ഇതിപ്പോൾ ഈ ഭൂരിപക്ഷത്തെ ഉപയോഗിച്ചുകൊണ്ട് പലതരത്തിൽ അരികുവൽക്കരിക്കപ്പെടുന്നത് പോലെ, അന്യവൽക്കരിക്കപ്പെടുന്നത് പോലെ അപമാനിക്കാനും അരികുവൽക്കരിക്കാനുമുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗം കൂടിയാണ്. ബൈബിളിൽ തന്നെ പറയുന്നത് പോലെ, ഇന്ന് ഞാൻ നാളെ നീ എന്ന് പറയുന്നത് പോലെ ഇതിനെല്ലാം കൈയടിച്ച് മറ്റവനിന്നാ സന്തോഷിക്കട്ടെ എന്ന് വിചാരിച്ചാൽ, ഇപ്പോൾ ചിലപ്പോൾ വീട്ടിൽ അന്വേഷിച്ചുകൊണ്ട് തരുന്ന മകനായിരിക്കും. മകൻ മരിക്കുന്നു, അമ്മായിയമ്മയ്ക്കും മരുമോക്കും തമ്മിൽ ഭയങ്കര ദേഷ്യമുണ്ട്. മരുമോള് ഇങ്ങനെ സുഖമായി ജീവിക്കുന്നത് ഈ മകനുള്ളത് കൊണ്ടാണ്, ഭർത്താവ് ഉള്ളത് കൊണ്ടാണെന്ന് വിചാരിച്ച് സംഗതി അന്നേരം ഒന്ന് കൈയടിച്ച് ചിരിച്ച് ആഹ്ലാദം പ്രകടിപ്പിച്ചാലും പിന്നെ കാലം അങ്ങോട്ട് പോകുമ്പോൾ ഇത് തൻ്റെയും മരുന്ന് വാങ്ങിച്ചുകൊണ്ട് തരികയും വീട്ടിൽ ആഹാരം കൊണ്ട് തരുന്നവനുമാണ് മരിച്ചത് എന്ന് ഓർക്കാതെ പോകും. അത് പിന്നെ ഓർക്കുന്ന ഒരു സ്ഥിതിവിശേഷം വരും. അതുകൊണ്ട് അത്തരം കാര്യങ്ങളൊക്കെ എല്ലാം പരസ്പരം ഓർത്തും ബോധ്യപ്പെട്ടും ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ ആളുകൾക്ക് കഴിയണം. മതങ്ങൾക്കിടയിലും അതുവഴി മനുഷ്യർക്കിടയിലും ഭിന്നതയും വെറുപ്പും ഏറ്റുമുട്ടലും ഉണ്ടാകുന്ന ഒരു സ്ഥിതിവിശേഷം അത് വളരെ ഖേദകരമാണ്. അത്തരം കാര്യങ്ങളിൽ നിന്ന് എല്ലാവരും പിന്തിരിയേണ്ടതുമാണ്.